നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. ഇത് ഞങ്ങൾ കൊട്ടിയൂർ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. സേവാഭാരതിയുടെ പ്രവർത്തകരോട് അന്നദാനം നടത്തുന്ന ഒരു സംഭവം കണ്ടതാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് മേഖലകളിൽ ഇവരിതുപോലെ യാതൊരു ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ അവരുമായിട്ട് നേരിട്ട് പോയിട്ട് അവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു, അവരുമായിട്ട് സംസാരിച്ചു. ഒരു മാസത്തോളം വീട്ടിൽ നിന്ന് ഇതേമാതിരി പ്രവർത്തകർ അവിടെ എല്ലാ മേഖലകളിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവർക്ക് ചെറുതല്ലാത്ത ചെറിയൊരു സംഭാവന ഞങ്ങൾ എന്തായാലും അവർക്ക് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അത് കൊടുത്തു. അവർക്ക് വളരെ സന്തോഷം തോന്നി. ഇതുപോലെ ആളുകൾ അവിടെ ഇപ്പോൾ ക്ഷേത്രത്തിൽ വരുന്ന ആളുകൾക്ക് എല്ലാ കാര്യങ്ങൾക്കും അവരുടെ ഒരാളെങ്കിലും ആ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് സഹഭാരതിയുടെ ആളുകളുണ്ടാവും. അപ്പോൾ അത് വളരെ അഭിമാനം തോന്നിയ ഒരു നിമിഷമാണ്. അപ്പോൾ എന്തായാലും ശ്രീകുമാർ എന്നെ കൊണ്ട് ആ പൈസ കൊടുപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ വളരെ സന്തോഷം തോന്നി അവരുടെ പ്രവർത്തനം കാര്യങ്ങളും. പിന്നെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അവർ വളരെ നേരം അവിടുത്തെ ക്ഷേത്രത്തെയും അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ കുറേ നേരം സംസാരിച്ചു. അപ്പോൾ വളരെ സന്തോഷം. കുറേ സ്ഥലങ്ങളിൽ ഇവരിതേമാതിരി സേവന പ്രവർത്തനമായിട്ട് എല്ലാ മേഖലകളിലും എവിടെ നോക്കിയാലും നമുക്കൊരു സേവാഭാരതി പ്രവർത്തനം എവിടെയെങ്കിലുമൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അത് യാതൊരു ലാഭേച്ഛയില്ലാതെയാണ് അവർ ഈ വക പ്രവർത്തനങ്ങൾക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. അത് വെള്ളപ്പൊക്കമായാലും അതുപോലെ എന്ത് കാര്യങ്ങളാണെങ്കിലും അവർ ഈ ഒരു മേഖലയിലുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയപ്പോൾ അവരായിട്ട് കുറേ നേരം സംസാരിച്ച് അവർക്കും സന്തോഷമായി. ഞങ്ങളെ പരിചയപ്പെട്ടപ്പോൾ ഞങ്ങൾ പാലക്കാടുകാരാണെന്ന് അറിഞ്ഞപ്പോൾ ഒക്കെ അവർക്ക് കുറേ കാര്യങ്ങൾ ഇവിടുത്തെ പാലക്കാടിനെ കുറിച്ച് അറിയുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരും കുറേ നേരം നമ്മളുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ വളരെ സന്തോഷം തോന്നിയൊരു നിമിഷമായതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ മാക്സിമം എല്ലാ ആളുകളും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ.